നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. നോക്കിക്കോളാം നമ്മളുടെ സ്ട്രാറ്റജി. നമ്മളിപ്പം ഒറ്റ ഇൻഡെക്സിൽ തന്നെ നോക്കി നിന്നാൽ നമുക്ക് ലിക്വിഡിറ്റി കുറവുള്ളത് കൊണ്ട് ഇപ്പോൾ ലിക്വിഡിറ്റിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ നമ്മളുടെ മന്തിൻ്റെയൊക്കെ ലിക്വിഡിറ്റി കാണിക്കുന്നുണ്ട്. നല്ലതായി വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരേ ഇൻഡെക്സിൽ തന്നെ നോക്കാതെ 3 ഇൻഡെക്സുകൾ ഒരുമിച്ച് നോക്കുന്ന സ്ട്രാറ്റജിയിലേക്ക് മാറണം. അത് അത്രയും കൺഫേംഡ് ആയിട്ടില്ല എങ്കിലും നമ്മൾ ഇത്ര നോക്കിയ ദിവസങ്ങളിലൊക്കെ കൺഫേം ചെയ്തത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളാം. ഇന്ന സ്ട്രാറ്റജി നമ്മൾ നോക്കാം. എന്താ ഈ ഒരു 10th ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി പോയി സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഇത് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് നോക്കുമ്പോൾ ബാക്കി 3 ഗ്രാഫുകൾ സെക്കൻഡ് ലെവലിൽ ഇല്ല. അപ്പോൾ നമുക്ക് 3 എണ്ണമെങ്കിലും കൺഫേംഡ് ആണ്. അപ്പം നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയുടെ അതേ 10th ക്യാൻഡിൽ പോയി സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ മറ്റൊരു ക്യാൻഡിലും ഇത് കണ്ടോ, റെഡ് നോക്കുക. നിങ്ങൾ ഈ റെഡ് കൊടുത്തേക്കാൻ നോക്കുക. നിഫ്റ്റിയുടെ സി ക്യാൻഡിൽ പോയി മുകളിലത്തെ സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഈ 10th ക്യാൻഡിൽ. അതുപോലെ നിഫ്റ്റിയുടെ പിയുടെ 10th ക്യാൻഡിൽ ഇറങ്ങി വന്ന് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സി ക്യാൻഡിൽ കയറിയിട്ട് നമ്മുടെ സി പൊസിഷൻ കയറി സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരെണ്ണം ഓക്കെയാണ്, നിഫ്റ്റിയുടെ 2 എണ്ണം ഓക്കെയാണ്. അപ്പോൾ തന്നെ 3 എണ്ണം കൺഫേംഡ് ആയി. പിന്നെ നിഫ്റ്റിയിൽ കൂടെ നോക്കാം. നിഫ്റ്റിയുടെ 10th ക്യാൻഡിലും സിയുടെ 10th ക്യാൻഡിലും ഇതുപോലെ കയറി സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പൊസിഷനാണ്. അവിടുന്ന് സി ഇടിയും എന്നുള്ളതാണ്. നല്ല ഒറ്റ ക്യാൻഡിൽ തന്നെ നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. നോക്കാം. അത് പോരാതെ നമുക്ക് ഈ 10th ക്യാൻഡിൽ തന്നെ വേറെയും പൊസിഷൻ കാണിക്കുന്നുണ്ട്. 10th ക്യാൻഡിൽ നോക്കാം. 10th ക്യാൻഡിൽ ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കേ. 10th ക്യാൻഡിൽ ഒരു പി പൊസിഷൻ നോക്കാം. പി പൊസിഷനിൽ 10th ക്യാൻഡിൽ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് കണ്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അതേ പൊസിഷനിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയുടെ അതേ സമയം ഒന്നും തന്നെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നില്ല. എന്നാൽ നിഫ്റ്റി അതേസമയം നിഫ്റ്റിയുടെ പി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. 10th ക്യാൻഡിൽ. അപ്പോൾ 10th ക്യാൻഡിൽ 4 എണ്ണം ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന 4 എണ്ണം സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നതും പിന്നെ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന 3 എണ്ണം ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവലിൻ്റെ ബേസ് ചെയ്ത് നോക്കിയാലും ആ ഒരു ട്രേഡ് ഓക്കെയാണ്. ദെൻ സെക്കൻഡ് ലെവലിനെ ബേസ് ചെയ്ത് നോക്കിയാലും ആ ഒരു ട്രേഡ് ഓക്കെയാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ക്യാൻഡിൽ നല്ലൊരു ഫോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പി പൊസിഷൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പി പൊസിഷൻ ഉണ്ടായിരുന്നു. അതേസമയം ഇൻഡെക്സിലേക്ക് നോക്കിയാലും ഇൻഡെക്സ് നമ്മളുടെ സെൻസെക്സ് അതേസമയം ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും ആക്റ്റീവായിട്ടുള്ളൊരു ട്രേഡായിരുന്നു അത്. റെഡിൽ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുള്ള പൊസിഷൻസും ഉണ്ട് 10th ക്യാൻഡിൽ. അതുപോലെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന പൊസിഷൻസും ഉണ്ട്. അതേസമയം ഇൻഡെക്സ് ഏതെങ്കിലും ഒരെണ്ണം സെക്കൻഡ് ലെവലിലോ ഫസ്റ്റ് ലെവലോ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺഫേമിറ്റി കിട്ടും. സെൻസെക്സ് അതേസമയം ഫസ്റ്റ് ലെവലിലാണ് റൺ ചെയ്തത്. സെക്കൻഡ് ലെവലിൽ നമ്മുടെ ഗ്രാഫുകളൊന്നും തന്നെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു പി പൊസിഷൻ കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു സി പൊസിഷൻ കൺഫേം ചെയ്ത് വരുന്നത്. അതായത് ഈ ഒരു വലിയ ഫോൾ ഉണ്ടായല്ലോ, ഈ ഒരു വലിയ ഫോൾ ഉണ്ടാകുകയും എന്നാൽ ആ ഫോൾ ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ നിഫ്റ്റിയിൽ നോക്കിയത് ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഇതേ സമയം നിഫ്റ്റിയുടെ പി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം ബ്ലൂ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് വേണം നോക്കാനായിട്ട്. അതേസമയം ഇവിടെയും നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 3 എണ്ണം കൺഫേംഡ് ആണ്. ഫസ്റ്റ് ലെവലിലാണ് ടച്ചിങ് വന്നത്. അതുകൊണ്ടാണ് ആ ഒറ്റ വലിയ ഫോൾ ക്യാൻഡിൽ ഉണ്ടായത്. ബാക്കി ഫോളൊന്നും സംഭവിച്ചില്ല. 3 എണ്ണം ഒരുമിച്ച് ടച്ച് ചെയ്തു. അടുത്ത ട്രേഡ് ആക്റ്റീവായി. അടുത്ത ട്രേഡ് സി പൊസിഷനിലേക്ക് പോയി. 3 എണ്ണം കൺഫേംഡ് ആയി. അതേ ട്രേഡ് തന്നെ നമ്മുടെ ഈ ഒരു 11th ക്യാൻഡിൽ അല്ലേ, 11th ക്യാൻഡിൽ ഇത് പോയി ഫസ്റ്റ് ലെവലാണ് ടച്ച് ചെയ്യുന്നത്. ഇതേസമയം മറ്റ് ഗ്രാഫുകളിലേക്ക് നോക്കി. ഇതേസമയം നിഫ്റ്റിയുടെ പി പൊസിഷൻ കയറി പോയിട്ട് ബോൾ ലൈനിൽ ടച്ച് ചെയ്യുന്നത്. അതേസമയം 11th ക്യാൻഡിൽ ഇവിടെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ സി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ഈ 11th ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ബാങ്ക് നിഫ്റ്റി അതേസമയം ബോൾ ലൈൻസ് ഒന്നും തന്നെ ടച്ച് ചെയ്യുന്നില്ല. എന്നാൽ നിഫ്റ്റിയിലൊന്നും തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നില്ല 11th ക്യാൻഡിൽ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ അതേസമയം കയറി പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാൻഡിൽ. അപ്പോൾ അതും അവിടെയും 11th ക്യാൻഡിൽ ബോൾ ലൈൻസ് പ്രകാരം ബോൾ ലൈൻ ട്രേഡിലും ആക്റ്റീവായിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ലെവൽ ട്രേഡിലും ആക്റ്റീവായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വെച്ച് അത് ബ്രേക്ക് ആയിട്ടുണ്ട് അടുത്ത ട്രേഡ് ആക്റ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഈ 2 പൊസിഷൻസ് ഇന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള പൊസിഷൻസാണ്. പിന്നെ നമുക്കിത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ബോൾ ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ബോൾ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അത് ബാങ്ക് നിഫ്റ്റിയിലും അതേസമയം ബോർഡ് ലൈൻ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നിഫ്റ്റി നോക്കുമ്പോഴും ബോർഡ് ലൈൻ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ബോർഡ് ലൈൻ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു സി പൊസിഷനിലേക്ക് അടുത്ത സെക്കൻഡ് ക്യാൻഡിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും നോക്കാം. അങ്ങനെ ആ ഒരു പൊസിഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ 3 ട്രേഡുകൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയെടുക്കുക. ഈ ലിക്വിഡിറ്റി വരുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിയെടുക്കാം. ലിക്വിഡിറ്റി പൊസിഷൻസ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ പോലും മന്ത് എൻഡ് ലിക്വിഡിറ്റിയിൽ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ അധികം ആയിട്ടില്ല. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുവരെ ലിക്വിഡിറ്റി ആകുന്നത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഇൻഡെക്സുകളെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ കൂടി ഞാൻ തന്നേക്കാം. നിഫ്റ്റിയുടെ ഞാൻ ഇതുവരെ തന്നിട്ടില്ല. നിഫ്റ്റിയുടെ കൂടി നാളെ മുതൽ ഇട്ട് തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡാണ്. ഇത് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. ഇൻഡെക്സ് ലെവൽസ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ബോൾ ലൈൻസ് കണ്ടോ, ബോൾ ലൈൻസിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡെക്സുകളും ഏതെങ്കിലും ഒരെണ്ണം ബോൾ ലൈനിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ കൺഫേംഡ് ആണ്. കണ്ടോ, ഇൻഡെക്സുകൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിഫ്റ്റിയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നിഫ്റ്റി ഫ്യൂച്ചർ, അതുപോലെ നിഫ്റ്റി എല്ലാം വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ട്രൈക്കുകൾ ബോൾ ലൈൻ ടച്ച് ചെയ്ത് അതേ സമയത്ത് തന്നെ എന്തായിട്ടുണ്ട്, സ്ട്രൈക്കുകൾ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇൻഡെക്സുകളും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺഫേംഡ് ആണ് ആ ട്രേഡ്. ഓക്കെ. നമ്മുടെ ഇൻഡെക്സുകൾ നോക്കി ട്രേഡ് ചെയ്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ ഇടിഞ്ഞു വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഇതേ സമയം എല്ലാ ഇൻഡെക്സുകളും അതേസമയം ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ.